നമസ്കാരം. കിഫ്ബി സിഇഒ സ്ഥാനത്ത് നിന്ന് സ്വയം വിരമിക്കില്ല എന്നതാണ് കെ.എം. എബ്രഹാമിന്റെ തീരുമാനം. ഈ തീരുമാനം തുറന്നു പറച്ചിലായി പുറത്തു വന്നത് മുഖ്യമന്ത്രിയുടെ അനുമതി നേടിയതിനു ശേഷവും. അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ CBI അന്വേഷണത്തിൽ എബ്രഹാമിന് പൂർണ്ണ പിന്തുണയാണ് ഹൈക്കോടതി വിധിക്ക് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയത്. പിണറായി പിന്തുണ നൽകിയ കാര്യം മറച്ചുവെച്ചാണ് പദവിയിൽ തുടരണമോ എന്ന കാര്യം മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് കിഫ്ബിയിലെ ഉദ്യോഗസ്ഥർക്ക് അയച്ച മെയിലിൽ എബ്രഹാം വ്യക്തമാക്കിയത്. പരാതിക്കാരന് തന്നോട് വ്യക്തിവൈരാഗ്യമാണെന്ന ആരോപണമാണ് എബ്രഹാം മെയിലിൽ പ്രധാനമായും പങ്കുവയ്ക്കുന്നത്. ക്രമക്കേട് നടത്തിയതിന് പരാതിക്കാരൻ ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെ ധനകാര്യ സെക്രട്ടറിയായ കാലയളവിൽ താൻ നടപടിയെടുത്തതാണ് മുൻവൈരാഗ്യത്തിന് കാരണമായി എബ്രഹാം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ മുൻവൈരാഗ്യം കെ.എം. എബ്രഹാമിനാണെന്ന് വസ്തുതകൾ നിരത്തി ജോമോൻ ഖണ്ഡിച്ചു കളഞ്ഞു. അവിടെ പ്രതിരോധം പാളി. 2016 ഒക്ടോബറിൽ ആണ് വിജിലൻസ് കോടതി ജോമോന്റെ പരാതിയിൽ എബ്രഹാമിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇതിന്റെ പ്രതികാരമായി 2016 നവംബറിലാണ് ധനകാര്യ പരിശോധനാ വിഭാഗത്തെ കൊണ്ട് എബ്രഹാം തനിക്കെതിരെ അന്വേഷണം നടത്തിയതെന്ന് ജോമോൻ വ്യക്തമാക്കുകയായിരുന്നു. കളവ് പറയുന്നത് എബ്രഹാം ആണെന്ന വസ്തുതകളിൽ നിന്ന് വ്യക്തമാണ്. 2150 കോടി രൂപയുടെ മസാല ബോണ്ട് ഇടപാടാണ് എബ്രഹാമിനെ പിണറായിയുടെ ഗുഡ് ബുക്കിൽ എത്തിച്ചത്. അതുവരെ ഐസക്കിന്റെ ആളായിട്ടാണ് എബ്രഹാം അറിയപ്പെട്ടിരുന്നത്. ലാവ്ലിൻ ബന്ധമുള്ള CDPQ എന്ന കമ്പനിയുമായിട്ടായിരുന്നു മസാല ബോണ്ട് ഇടപാട് നടന്നത്. 1000 കോടിക്ക് മുകളിൽ തുക ഈ കമ്പനിക്ക് പലിശയായി മാത്രം ലഭിച്ചു. അടിമുടി ദുരൂഹത നിറഞ്ഞ മസാല ബോണ്ട് ഇടപാടിലൂടെ പലരുടെ അക്കൗണ്ടിലേക്ക് പണം ഒഴുകി. ഇതിന്റെ വിശദാംശങ്ങൾ ഇഡിക്ക് ലഭിച്ചിട്ടുണ്ട്. ഐസക്കിന്റെ കാലം കഴിഞ്ഞെങ്കിലും തുടർഭരണം കിട്ടിയതോടെ എബ്രഹാമിനെ തന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി മുഖ്യമന്ത്രി നിയമിച്ചു. ക്ലിഫ് ഹൗസിന്റെ വിശ്വസ്തൻ കൂടിയാണ് എബ്രഹാം. വീണ വിജയന്റെ മാസപ്പടിപ്പടിയിലാണ് ക്ലിഫ് ഹൗസ്. ഇതിന്റെ എല്ലാ കഥകളും എബ്രഹാമിന് നന്നായിട്ടറിയാം. അങ്ങനെയുള്ള എബ്രഹാമിനെ പുറത്താക്കാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കില്ല. ഇതാണ് ഹൈക്കോടതി വിധി എതിരായിട്ടും താൻ സ്വയം രാജിവെക്കില്ല എന്ന പ്രഖ്യാപനവുമായി എബ്രഹാം എത്തിയതിന്റെ പിന്നിലെ രഹസ്യവും. അനധികൃത സ്വത്ത് സമ്പാദനത്തിന് CBI അന്വേഷണം നേരിടാനൊരുങ്ങുന്ന മുൻ ചീഫ് സെക്രട്ടറി കെ.എം. എബ്രഹാം വളഞ്ഞ വഴിയിൽ തന്റെ പ്രതിരോധം പുറത്തുവിടുകയാണ് ചെയ്തത്. കിഫ്ബി ജീവനക്കാർക്കുള്ള വിഷുദിന സന്ദേശം എന്ന പേരിൽ അയച്ച ഇമെയിൽ സന്ദേശത്തിലൂടെയാണ് നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ എബ്രഹാം തന്റെ ന്യായീകരണം നിരത്തിയത്. സ്വയം രാജിവെക്കില്ലെന്നും പദവിയിൽ തുടരണമോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്നും കെ.എം. എബ്രഹാം പറയുന്നു. കിഫ്ബിയുടെ തുടക്കകാലം മുതൽ CEOയുമാണ് എബ്രഹാം. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതിയുടെ നടപടിയെ സധൈര്യം നേരിടുമെന്നും അപ്പീലിന് പോകുമെന്നുമുള്ള സൂചന നൽകിയാണ് കെ.എം. എബ്രഹാം ജീവനക്കാർക്ക് ഇമെയിൽ അയച്ചിരിക്കുന്നത്. തനിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച ഹർജിക്കാരൻ ജോമോൻ പുത്തംപുരയ്ക്കൽ ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം. താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ ഹർജിക്കാരൻ PWD റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തത് കണ്ടെത്തിയെന്നും അതിന്റെ ശത്രുത ജോമോന് തന്നോട് ഉണ്ടെന്നും ജീവനക്കാർക്കുള്ള വിശദീകരണത്തിൽ എബ്രഹാം പറഞ്ഞിരുന്നു. തനിക്കെതിരെ അന്വേഷണം നടക്കുമ്പോൾ വിജിലൻസ് മേധാവിയായിരുന്ന മുൻ DGP ജേക്കബ് തോമസിനെതിരെയും കെ.എം. എബ്രഹാം ആരോപണം ഉന്നയിച്ചു. തനിക്കെതിരെ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന മുൻ വിജിലൻസ് ഡയറക്ടർ നേരത്തെ 20 കോടി തിരിമറി നടത്തിയത് താൻ കണ്ടെത്തി. താൻ കിഫ്ബിയുടെ CEO സ്ഥാനം രാജിവെച്ചാൽ ഇവർക്ക് വിജയം സമ്മാനിക്കുന്ന സ്ഥിതിയുണ്ടാകും. ഹൈക്കോടതി വിധി നിർഭാഗ്യകരമാണ്. ഇത് ഹർജിക്കാരന് അനാവശ്യ വിശ്വാസ്യത നൽകുകയാണെന്നും എബ്രഹാം പരിതപിച്ചു ആ മെയിലിൽ. ഹൈക്കോടതി വിധിയുടെ വിശ്വാസ്യതയിലും മുൻ ചീഫ് സെക്രട്ടറി സംശയം ഉന്നയിക്കുന്നുണ്ട്. തന്റെ സ്വത്തിന്റെ കാര്യത്തിൽ ഹാജരാക്കിയ രേഖകൾ കോടതി പരിശോധിച്ചോ എന്ന സംശയമുണ്ടെന്ന് വിധിയെ വിമർശിച്ച് കെ.എം. എബ്രഹാം പറഞ്ഞു. വസ്തുതകളും രേഖകളും പരിശോധിക്കാതെ കോടതി അനുമാനങ്ങൾക്ക് പ്രാധാന്യം നൽകി ഓരോ രൂപയ്ക്കും കണക്ക് സൂക്ഷിക്കുന്നുണ്ടെന്നും തന്റെ ഭാര്യയുടെ അക്കൗണ്ടിലെ രേഖകൾ പൂർണ്ണമായി പരിശോധിച്ചില്ലെന്നും വിമർശനം ഉന്നയിച്ചു.
കൊല്ലത്തെ കെട്ടിടം പണി താനും സഹോദരന്മാരും തമ്മിലുള്ള ധാരണാപത്രം അനുസരിച്ചാണെന്നും ഹൈക്കോടതി വിധിക്ക് മറുപടിയായി KM എബ്രഹാം തന്റെ ജീവനക്കാരോട് വിശദീകരിക്കുന്ന അവസ്ഥ. നന്ദി.